KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ വിമാന ദുരന്തം. BSFന്റെ ചെറുവിമാനം തകർന്നു വീണ് 10 പേർ മരിച്ചു. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേരള സർക്കാരിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കേന്ദ്ര സർക്കാർ. ബാലനീതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അഴിമതി ആരോപണത്തിൽ ഉൾപ്പെട്ട കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തെ ആക്ഷേപിച്ചുള്ള ലേഖനം. RSS മുഖപത്രമായ ഓർഗനൈസറിന് കാരണം കാണിക്കൽ നോട്ടീസ്. SSF സംസ്ഥാന തലത്തിൽ നടത്തിയ വിജ്ഞാന പരീക്ഷ ജേതാക്കളെ പ്രഖ്യാപിച്ചു. ബഹ്റൈനിൽ ഇന്ന് മീലാദുന്നബി പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബഹ്റൈൻ ഇസ്ലാമിക കാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫരീദ് ബിൻ യക്കൂബ്. മഅദിൻ അക്കാദമിയും വിവിധ സുന്നി സംഘടനകളും സംഘടിപ്പിക്കുന്ന ആയിരങ്ങൾ സംബന്ധിക്കുന്ന നബിദിന സന്ദേശ റാലി നാളെ മലപ്പുറത്ത്. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ ദ്വാരകയിൽ BSFന്റെ ചെറുവിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 10 പേർ മരിച്ചു. ലാൻഡിംഗിനിടെ ഭിത്തിയിലിടിച്ച വിമാനം തകർന്ന് സെപ്റ്റിക് ടാങ്കിലേക്ക് വീഴുകയായിരുന്നു. രാവിലെ 9:50ഓടെയായിരുന്നു BSFന്റെ സൂപ്പർ കിങ് ചെറുവിമാനം അപകടത്തിൽപ്പെട്ടത്. ദ്വാരക സെക്ടർ 8-ലെ ബഗ്ഡോല ഗ്രാമത്തിലാണ് സംഭവം. ഡൽഹിയിൽ നിന്നും റാഞ്ചിയിലേക്ക് പുറപ്പെടുകയായിരുന്ന വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കുകയായിരുന്നു. ഇതിനിടയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ ഇടിച്ച് തകരുകയായിരുന്നു. മൂടൽമഞ്ഞ് കാരണമുണ്ടായ വ്യക്തതക്കുറവാകാം കെട്ടിടത്തിൽ ഇടിക്കാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. 15 ഫയർ എഞ്ചിനുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വ്യോമയാന മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേരള സർക്കാരിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ കേരളത്തിൽ നിന്നുള്ള ഇടത് MPമാരോടാണ് ഇക്കാര്യം അറിയിച്ചത്. ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തി പുനർനിർണയിച്ചത് സംബന്ധിച്ച വിഷയത്തിലാണ് കേന്ദ്രം അതൃപ്തി അറിയിച്ചത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്നും ജാവദേക്കർ പറഞ്ഞു. വിഷയത്തിൽ അടുത്ത മാസം സംസ്ഥാന സർക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. 4 മുതൽ 5 ദിവസം വരെയാകും ചർച്ച നടക്കുക. കൂടാതെ നിലവിലെ റിപ്പോർട്ടിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അവസരം നൽകും. ബജറ്റ് സമ്മേളന സമയത്ത് MPമാരുമായി പ്രത്യേക ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും പ്രകാശ് ജാവദേക്കർ അറിയിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ജനവാസ കേന്ദ്രങ്ങൾ നിർണയിച്ച് കേരളം സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രം തത്വത്തിൽ അംഗീകരിച്ചെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിർത്തിയിട്ട വിമാനത്തിൽ ബസ്സിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ജെറ്റ് എയർവേസിന്റെ ബസ് എയർ ഇന്ത്യ വിമാനത്തിൽ വന്നിടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവറെ ചോദ്യം ചെയ്തു വരികയാണ്. രാവിലെ 6:30 അപകടമുണ്ടായത്. സംഭവ സമയത്ത് വിമാനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ആസാമിലെ സിൽച്ചറിലേക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഏറെ വിവാദമായ ബാലനീതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധിയാണ് ബിൽ അവതരിപ്പിച്ചത്. 16 വയസ്സുള്ളയാൾ ജയിലിൽ കിടക്കണമെന്നല്ല ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മേനകാ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസ്, ജനതാദൾ U, NCP എന്നീ പാർട്ടികൾ ബില്ലിനെ എതിർത്തു. ബില്ല് സെലക്ട് കമ്മിറ്റി പരിഗണനയ്ക്ക് വിടണമെന്നും അവർ വാദിച്ചു. കുട്ടിക്കുറ്റവാളികൾക്കായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് സഭയിൽ പറഞ്ഞു. ജയിലുകളിൽ അവർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും പരിശീലനവും വിദ്യാഭ്യാസവും നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജ്യോതി സിംഗിന്റെ മാതാപിതാക്കളായ ആശാദേവിയും ബദ്രി സിംഗും ബിൽ അവതരണം കാണുന്നതിനായി രാജ്യസഭയിലും ഗ്യാലറിയിലും എത്തിയിരുന്നു. ലോക്സഭ നേരത്തെ പാസാക്കിയ ഈ ബില്ലിലെ പല വ്യവസ്ഥകളോടും പല പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കുട്ടിക്കുറ്റവാളിയുടെ മോചനത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധം തുടരുകയാണ്. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ഉൾപ്പെട്ട കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹവാല കേസിൽ അദ്വാനി കുറ്റവിമുക്തനായ പോലെ ജെയ്റ്റ്ലിയും കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് മോദി പറഞ്ഞു. BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മോദി ഇക്കാര്യം പറഞ്ഞത്. അരുൺ ജെയ്റ്റ്ലി തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. ക്ലീൻ ഇമേജുള്ള വ്യക്തിയാണ് ഇദ്ദേഹമെന്നും മോദി കൂട്ടിച്ചേർത്തു. BJP ദേശീയ പ്രസിഡന്റ് അമിത്ഷായും കഴിഞ്ഞ ദിവസം ജെയ്റ്റ്ലിയെ അനുകൂലിച്ച് രംഗത്ത് വന്നിരുന്നു. ആം ആദ്മി പാർട്ടി ജെയ്റ്റ്ലിയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും BJPയും രാജ്യം മുഴുവനും അദ്ദേഹത്തിന് പിന്തുണ നൽകുമെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. കേരളത്തെ ആക്ഷേപിച്ച് ലേഖനമെഴുതിയ സംഭവത്തിൽ RSS മുഖമാസികയായ ഓർഗനൈസറിന് കാരണം കാണിക്കൽ നോട്ടീസ്. കേരളത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകിയ പരാതിയിൽ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയാണ് നോട്ടീസ് അയച്ചത്.
ഡൽഹിയിൽ കേരള ഹൌസിൽ ബീഫ് വിളമ്പിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലേഖനം എഴുതിയത്. കേരള ഗോഡ്സ് ഓൺ കൺട്രി ഓർ ഗോഡ്ലെസ് കൺട്രി എന്ന തലക്കെട്ടിൽ വന്ന ലേഖനത്തിലാണ് കേരളത്തിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ എഴുതിയത്. മുംബൈയിൽ അധ്യാപകനും അഭിഭാഷകനുമായ എം സുരേന്ദ്രനാഥൻ എന്ന മലയാളിയുടെ പേരിലായിരുന്നു ലേഖനം പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ ദിവസം കാണാതായ വയനാട് ഡിഎംഒ ഡോക്ടർ പി വി ശശിധരനെ മലപ്പുറത്തെ സ്വന്തം ക്ലിനിക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ രാവിലെയോടെയാണ് അദ്ദേഹത്തെ കാണാതായത്. മഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടെങ്കിലും മാനന്തവാടിയിലെ ഓഫീസിലോ ക്വാർട്ടേഴ്സിലോ എത്തിയിരുന്നില്ല. തുടർന്നാണ് ഡെപ്യൂട്ടി ഡിഎംഒ ഡോക്ടർ സന്തോഷ് കുമാർ പോലീസിൽ പരാതി നൽകിയത്. ഞായറാഴ്ച രാത്രി 10:30 ശശിധരന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ലുകൊണ്ടുവന്നത് പുതിയ കാര്യമല്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. വർഷങ്ങളായി ഇവിടെ കല്ല് കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ബഹുമാനമുണ്ട്. രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി വിധിയെ ധിക്കരിക്കില്ല. ക്ഷേത്രം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ക്ഷേത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് പാർലമെന്റിൽ നിയമം പാസാക്കിയതിനു ശേഷമായിരിക്കുമെന്നും വിഎച്ച്പി നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം 2 ലോഡ് കല്ലുകൾ അയോധ്യയിലെ രാംസേവക്പുരത്ത് ക്ഷേത്ര നിർമ്മാണത്തിനായി എത്തിച്ചത് വാർത്തയായിരുന്നു. സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ ഇന്റലിജൻസ് റിപ്പോർട്ട് തേടിയിരുന്നു. മഹന്ത് നിത്യ ഗോപാൽ ദാസിന്റെ നേതൃത്വത്തിൽ ശിലാപൂജ നടന്നതായി വിഎച്ച്പി വക്താവ് ശരത് ശർമ്മ സ്ഥിരീകരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സൂചന ലഭിച്ചതായി വിഎച്ച്പി നേതാക്കൾ പറഞ്ഞെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് വിഎച്ച്പി നേതൃത്വം അറിയിച്ചത്. കഴിഞ്ഞ ജൂണിൽ വിഎച്ച്പി നേതൃത്വം രാജ്യവ്യാപകമായി കല്ല് ശേഖരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം. വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ബഹ്റൈനിൽ ഇന്ന് മീലാദുന്നബി പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഇസ്ലാമിക കാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫരീദ് ബിൻ യക്കൂബ് അൽ മുഫ്താഹ് അറിയിച്ചു. ഇസ്ലാമിക കാര്യ ഹൈ കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖാലിദ് അൽ ഖലീഫയുടെ രക്ഷാധികാരത്തിൽ ഇന്ന് രാത്രി അൽ ഫാത്തിഹ് ഗ്രാൻഡ് മോസ്കിൽ പരിപാടി നടക്കും. പ്രവാചക ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രവാചക സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിനാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ശരിയ റിവിഷൻ കോടതി ജഡ്ജി ഡോക്ടർ ഇബ്രാഹിം അൽ മരീക്കി, ജേഫരി ശരിയ കോടതി ജഡ്ജി ഷെയ്ഖ് നാസർ അൽ അസ്ഫൂർ, ലോവർ ശരിയ കോടതി ജഡ്ജി അയ്യൂബ് റഷ്ദാൻ എന്നിവർ പ്രഭാഷണം നടത്തും. ഡോക്ടർ ഖലീഫ ബിൻ അറബി കവിത അവതരിപ്പിക്കും. പൊതുജനങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കോടമ്പുഴ ബാവ മുസ്ലിയാർ രചിച്ച സയ്യിദുൽ ബഷർ അടിസ്ഥാനമാക്കി മുതഅല്ലിമകൾക്ക് വേണ്ടി SSF സംസ്ഥാന ദഅ്വാ സമിതി സംഘടിപ്പിച്ച വിജ്ഞാന പരീക്ഷയുടെ സംസ്ഥാനതല ജേതാക്കളെ പ്രഖ്യാപിച്ചു.
കാരന്തൂർ മർക്കസിൽ നിന്നുള്ള ജാഫർ CK ഒന്നാമതെത്തി. മലപ്പുറം കാരാട് അജ്മീർ ഗേറ്റ് വിദ്യാർത്ഥി അൽത്താഫ്, കോടമ്പുഴ ദേവ കോളേജിൽ നിന്നുള്ള നജമുദ്ദീൻ എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു. കൊണ്ടോട്ടി ദേവ കോളേജ് വിദ്യാർത്ഥി ഉവൈസ് KA മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. പ്രവാചക ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ വമ്പിച്ച നബിദിന റാലി നടത്തി. തളിപ്പറമ്പ് മേഖലയിലെ സുന്നി സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ റാലിയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ സംബന്ധിച്ചു. തിരുകീർത്തനങ്ങൾ പ്രവഹിച്ചെത്തിയ റാലിയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്, സ്കൌട്ട്, ഡിസ്പ്ലേ തുടങ്ങിയവ റാലിക്ക് നിറം പകർന്നു. സുന്നി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ ചെറുസംഘങ്ങൾ മദ്ഹ് ഗാനങ്ങളും മൗലിദും നയത്തെ ശരീഫും ബുർദയും ആലപിച്ച് നഗരത്തെ ഹർഷപുളകിതമാക്കി. സമസ്തയുടെ ത്രിവർണ പതാകയുമേന്തി സുന്നി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന റാലി അസർ നിസ്കാരത്തിന് ശേഷം ബദരിയ നഗർ അൽമക്കർ ക്യാമ്പസിൽ നിന്നാണ് ആരംഭിച്ചത്. മന്ന ജംഗ്ഷൻ, കാപ്പാലം, കാക്കത്തോട്, ഹൈവേ പ്ലാസ, മെയിൻ റോഡ് വഴി റാലി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. റാലിക്ക് സുന്നി സ്ഥാപന സംഘടനാ നേതാക്കളായ KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, PK അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ആറ്റക്കോയത്തങ്ങൾ, സയ്യിദ് പൂക്കോയത്തങ്ങൾ, PK ആലിക്കുഞ്ഞി ദാരിമി, MV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KP കമാലുദ്ദീൻ മൗലവി, CP അബ്ദുറൌഫ് മുസ്ലിയാർ, അബ്ദുൽ ഗഫൂർ ബാക്കവി അൽ കാമിലി തുടങ്ങി പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി. പ്രവാചകരുടെ 1490 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മഅ്ദിൻ അക്കാദമിയും വിവിധ സുന്നി സംഘടനകളും സംഘടിപ്പിക്കുന്ന നബിദിന സന്ദേശ റാലി നാളെ മലപ്പുറത്ത് നടക്കും. വൈകുന്നേരം 3:30 MSP പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി കിഴക്കേ തലയിൽ സമാപിക്കും. പ്രകീർത്തന കാവ്യങ്ങൾ, മദ്ഹ് ഗീതങ്ങളുടെ ഭാഷാവൈവിധ്യങ്ങൾ, അറബന, ദഫ് മേളങ്ങൾ, സ്കൌട്ട് പരേഡുകൾ, ഫ്ലവർ ഷോ, ഫ്ളാഗ്, പ്ലക്കാർഡ് ഡിസ്പ്ലേ തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ റാലിക്ക് കൊഴുപ്പേകും. ആയിരങ്ങൾ സംബന്ധിക്കുന്ന റാലിക്ക് സമസ്ത, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SMA, SJM, SSF സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകും. റാലിയുടെ പ്രചാരണാർത്ഥം ഇന്ന് മഅ്ദിൻ മോഡൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്നേഹയാത്ര സംഘടിപ്പിച്ചു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന പ്രമേയത്തിൽ SYS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി കാസർകോട് ജില്ലാതല ഹുബ്ബ് റസൂൽ പ്രഭാഷണവും നിർധനരായ 8 കുടുംബങ്ങൾക്ക് സാന്ത്വനം പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിനുള്ള ഭൂമി കൈമാറ്റവും ഇന്ന് തെക്കിൻകടവിൽ നടക്കും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തും. സാംസ്കാരിക സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം പാതൂർ കുഞ്ഞാമു ഹാജിയുടെ അധ്യക്ഷതയിൽ K കുഞ്ഞിരാമൻ MLA ഉദ്മ ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ മദനി പഠന വിഷയാവതരണം നടത്തി. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പ്രസംഗിച്ചു. സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി. M അബ്ദുറഹ്മാൻ, സലാഹുദ്ദീൻ അയ്യൂബി, ഷംസുദ്ദീൻ, മൊയ്തീൻകുട്ടി ഹാജി, മൊയ്തീൻ കുഞ്ഞി TB തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ വെളിച്ചം എന്ന പ്രമേയത്തിൽ SSF സംസ്ഥാന വ്യാപകമായി ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന കഥാസമ്മേളനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. പ്രവാചകരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ കഥകൾ കോർത്തിണക്കിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാതല ഉദ്ഘാടനം വടകര ഡിവിഷനിലെ കാർത്തികപ്പള്ളി യൂണിറ്റിൽ ജില്ലാ പ്രസിഡന്റ് അബ്ദുസമദ് സഖാഫി മാനാട് നിർവഹിച്ചു. ഹംസ സഖാഫി അധ്യക്ഷത വഹിച്ചു. മൊയ്തു മുസ്ലിയാർ പ്രാർത്ഥന നടത്തി. ബഷീർ സൈദി, ഇബ്രാഹിം മാസ്റ്റർ, ഷബിനാസ്, VPM മുഹമ്മദ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പെരുവയൽ കല്ലേരി CM വലുല്ലാഹി മെമ്മോറിയൽ ICCയിൽ മീലാദ് ഫെസ്റ്റ് 2015 തുടക്കമായി. മുദരിസ് മഞ്ഞപ്പറ്റ അബ്ദുൽ ലത്തീഫ് ഹസനി പതാക ഉയർത്തി. സമസ്ത താലൂക്ക് പ്രസിഡന്റ് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KP ബീരാൻ മുസ്ലിയാർ അധ്യക്ഷനായിരുന്നു. ഷാഫിയ ഹസനി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നും നാളെയും സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടക്കും. വ്യാഴാഴ്ച നബിദിന റാലിയോടെ പരിപാടികൾ സമാപിക്കും. മുത്തുനബി വിളിക്കുന്നു എന്ന പ്രമേയത്തിൽ ബായാർ മുജമ്മു സഖാഫത്തി സുന്നിയ ഹുബ്ബ് റസൂൽ ക്യാമ്പയിനിന്റെ ഭാഗമായി 10,000 സംബന്ധിക്കുന്ന ജൽസ മീലാദ് റബീഉൽ അവൽ 12 പുലർച്ചെ 3 മണിക്ക് നടക്കും. ഡിസംബർ 23 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ C അബ്ദുള്ള മുസ്ലിയാർ ഉപ്പള പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും. അർദ്ധരാത്രിക്ക് ശേഷം നടക്കുന്ന ജൽസ മീലാദിന് ബായാർ മുജമ്മു സാരഥി സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി നേതൃത്വം നൽകും. പ്രകീർത്തനം, ഉദ്ബോധനം, മൗലിദ്, ബുർദ ആസ്വാദനം, നയത്തെ ഷെരീഫ്, കൂട്ടുപ്രാർത്ഥന പരിപാടിയുടെ ഭാഗമായി നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹിയിൽ വിമാന ദുരന്തം. BSFന്റെ ചെറുവിമാനം തകർന്നു വീണ് 10 പേർ മരിച്ചു. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേരള സർക്കാരിന്റെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കേന്ദ്ര സർക്കാർ. ബാലനീതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. അഴിമതി ആരോപണത്തിൽ ഉൾപ്പെട്ട കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കേരളത്തെ ആക്ഷേപിച്ചുള്ള ലേഖനം RSS മുഖപത്രമായ ഓർഗനൈസറിന് കാരണം കാണിക്കൽ നോട്ടീസ്. ബഹ്റൈനിൽ ഇന്ന് മീലാദുന്നബി പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബഹ്റൈൻ ഇസ്ലാമിക കാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫരീദ് ബിൻ യക്കൂബ്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.